പാഠം 277. ചെറിയ പ്രശ്നങ്ങളുടെ വലിയ പരിഹാരം. ഭർത്താവിനെ ഉപേക്ഷിച്ച് പൂർവകാമനോടൊപ്പം ഒളിച്ചോടിപ്പോയ യുവതിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. അങ്ങനെ ഇരിക്കും. പാലക്കാട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഗൾഫുകാരനായ മുൻകാമുകനോടൊപ്പം ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിച്ച 25-കാരിയെ ഭർത്താവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെട്ടിക്കൊന്നു. പ്രതി പിന്നീട് പോലീസിൽ കീഴടങ്ങി. വില്ലേജ് ഓഫീസർ രാവിലെ കൊലപാതക കേസാണോ പഠിക്കുന്നത്? ചെറുപ്പത്തിലെ ഈ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ വക്കീലാകാമായിരുന്നു. അതിലും നല്ലത് കഴുത്തിൽ കയറ് കെട്ടി കടലെടുത്ത് ചാടുകയായിരുന്നു. കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന ഒരു ചൊല്ലുണ്ട്. വക്കീലാവണമെങ്കിൽ കുറച്ചെങ്കിലും സാമർഥ്യം വേണം. അതില്ലാത്തവരെ വക്കീലന്മാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പറയുന്നത് കേട്ടാ ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുമല്ലോ. ഞാൻ ഒരു വില്ലേജ് ഓഫീസർ. അയ്യോ, വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആനയാണല്ലോ. എടീ, ഭർത്താവിന് വിലയില്ലാത്ത നിന്നെ പോലുള്ള ഭാര്യമാരുടെ അവസ്ഥ കണ്ടോ? സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ ഭാര്യയെ ഭർത്താവ് വഴിയിലിട്ട് വെട്ടി നുറുക്കി കൊന്നു. വേലി ചാടുന്ന പശുവിന് കോല് കൊണ്ട് വരണമെന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് സംഭവം. ഭർത്താവ് ഒരു തരത്തിൽ ഒത്തുപോകാൻ പറ്റാത്ത രീതിയിൽ വാശിക്കാരനും ദേഷ്യക്കാരനും എടുത്തുചാട്ടക്കാരനും ഭാര്യയെ യാതൊരു ബഹുമാനമില്ലാത്തവനുമാണെങ്കിൽ ഏത് ഭാര്യ സഹിക്കും? അങ്ങനെയുള്ള ഭാര്യമാർ ഒരവസരം കിട്ടുമ്പോൾ ചാടിപ്പോയി നിൽക്കും. അതൊരു ലോക നിയമമാണ്. അവളെന്തത് മനസ്സ് വെച്ചാണല്ലോ പറഞ്ഞത്. ആഹാ, നീ ആ പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താണ്? ഭർത്താവ് ദേഷ്യപ്പെടുകയോ ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ ഭാര്യ വേറൊരുത്തരോട് ഇറങ്ങി പോകുന്നു അല്ലേ? മോഹനേട്ടാ, ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. വിവാഹ ജീവിതം പ്രതീക്ഷിച്ചതുപോലെ നന്നാവാതെ വരുമ്പോൾ ആളുകൾ അസ്വസ്ഥരാവും. പത്രത്തിൽ വായിച്ച കേസിൽ അതാണ് ഉണ്ടായത്. എന്നും മദ്യപിച്ചു വരുന്ന ഭർത്താവിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു ആ സ്ത്രീ. അപ്പോഴാണ് പഴയ ആ കാമുകൻ ഗൾഫിൽ നിന്നും വരുന്നത്. രക്ഷപ്പെടാൻ ഒരു മാർഗം നോക്കിയിരുന്ന ആ സ്ത്രീ അയാളുടെ കൂടെ പോയി. എന്നിട്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടോ? അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തർക്കമുണ്ടാകുമ്പോൾ മറ്റേ ആളെ കൊന്നാൽ ആളെ മരിക്കുന്നുള്ളൂ. തർക്കം അപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഭാര്യയുടെ കൂടെ കഴിഞ്ഞ സമയത്ത് ഭാര്യയുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കിയിരുന്നെങ്കിലേ അവര് മറ്റൊരാളുടെ കൂടെ പോവില്ലായിരുന്നു. പക്ഷേ ഒരു കുടുംബ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരും. ഉടനെ വേറൊരുത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്ന സ്ത്രീ എന്ത് സ്ത്രീയാണ്? സ്ത്രീകൾ മാത്രമല്ലല്ലോ മോഹനട്ടാ, പുരുഷന്മാരും അങ്ങനെ പോവാറുണ്ട്. ഭാര്യയുടെ പെരുമാറ്റവും രീതിയുമായിട്ടൊന്നും പൊരുത്തപ്പെടാതെ വരുമ്പോൾ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോകുന്നതില് വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ പോകേണ്ടതായിരുന്നു. ഞാൻ പോയില്ലല്ലോ. എന്താ കാരണം? വിവാഹം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്. ആ സ്ത്രീക്ക് പണ്ടത്തെ കാമുകനെ അന്നേ കല്യാണം കഴിക്കാമായിരുന്നല്ലോ. അത് ചെയ്യാതെ അന്ന് അവനെ പറ്റിച്ചു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭർത്താവിനെ. സ്ത്രീകൾ ഇങ്ങനെ തുടങ്ങിയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താവും? സ്ത്രീകൾ മാത്രമല്ലല്ലോ കുറ്റക്കാര്. മോഹനേട്ടന്റെ വാശിയും വഴക്കും സഹിച്ച് ഞാനിവിടെ കഴിയുന്നത് എന്തുകൊണ്ടാണ്? മോഹനേട്ടൻ പറഞ്ഞതുപോലെ വിവാഹബന്ധം പവിത്രമാണെന്ന് കരുതുകൊണ്ടൊന്നുമല്ല. കൂടെ പോകാൻ പറ്റിയ ഒരാണിനെ കാണണ്ടേ? എല്ലാം തികഞ്ഞൊരു യോഗൻ മുന്നിൽ വന്ന് നിന്നാൽ ആ നിമിഷം ഞാൻ സ്ഥലം വിടും. ഹലോ, അതെ സത്യഭാമയാണ്. എനിക്ക് മനസ്സിലായില്ല. ശബ്ദം കേട്ടിട്ട് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അയ്യോ, ആരാണെന്ന് പറയൂ പ്ലീസ്. സേതു, നീ എവിടുന്നാടാ? നാട്ടിലെത്തിയോ? എപ്പോ? നീ എത്ര ദിവസമാണ് ഇവിടെ? ഞാൻ നിന്നെ കാണണം ഓർത്ത് മോഹിച്ചിരിക്കായിരുന്നു. എന്താ സംശയം? ഇനിയുള്ള 7 ദിവസം നമ്മൾ അടിച്ച് പൊളിക്കുന്നു. നിനക്ക് എന്റെ ഓഫീസ് അറിയോ? ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നീ അങ്ങോട്ട് വാടാ. അതെയോ? ശരി, അപ്പൊ ഞാൻ 8:45 വിളിക്കാം. മോഹനേട്ടാ, എന്നോട് ലോ കോളേജിൽ പഠിച്ച സേതുവാ. സുപ്രീം കോടതിയിൽ വക്കീലാ. ഇപ്പോ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ വന്നിരിക്കുക. വന്നിറങ്ങിയ പാടെ എന്നെ വിളിക്കായിരുന്നു. എന്തിന്? അത് കൊള്ളാം.
കോളേജിൽ പഠിക്കുമ്പോ ഞങ്ങൾ ഭയങ്കര കൂട്ടില്ലായിരുന്നോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് മറ്റുള്ളവർ കളിയാക്കി ചോദിക്കായിരുന്നു. എന്തായാലും സേതു വന്നത് നന്നായി. അടുത്ത ഒരാഴ്ച ഞങ്ങളൊരു കലക്കും. ചുറ്റിക്കറങ്ങാം, ഐസ്ക്രീം കഴിക്കാം, പറ്റിയാൽ ഒരു 4 സിനിമയും കാണാം. മോഹനേട്ടനല്ലേ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാത്തത്, സേതു കൊണ്ടുപോകും. എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? നീ ആരുടെ കൂടെയാണ് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്? സേതുവിന്റെ കൂടെ. ഇത് അമേരിക്കയല്ല. അതെന്താ ഇന്ത്യക്കാർ ഐസ്ക്രീം കഴിക്കാറില്ലേ? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് അതിൻ്റെതായ ചില ശീലങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ട്. ഒരു വക്കീലായി പോയത് കൊണ്ട് അതൊക്കെ ഒറ്റയടിക്ക് മാറ്റാനാണോ നിന്റെ പരിപാടി? എന്റെ മോഹനേട്ടാ, ഞാനും സേതുവും കൂടി ഒരു ഐസ്ക്രീം കഴിച്ചാലോ സിനിമയ്ക്ക് പോയാലോ എന്ത് സംഭവിക്കാനാണ്? കല്യാണം കഴിഞ്ഞു പോയി എന്നതുകൊണ്ട് മാത്രം എന്റെ സ്വാതന്ത്ര്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വെക്കണോ? വേണ്ടിവരും. എന്റെ ഭാര്യയാണ് നീയെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടി വരും. ഇതാണ് കുറച്ചു മുമ്പ് പത്രത്തിൽ വായിച്ച കേസിന്റെ അവസ്ഥ. ഭാര്യയുടെ ഒരു ഇഷ്ടത്തിനും അനുവാദം നൽകാത്ത ഭർത്താവിനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോഴാണ് ആ സ്ത്രീ പഴയ കാമുകനോട് ഇറങ്ങിപ്പോയത്. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ സുപ്രീം കോടതിയിലെ മറ്റേ വക്കീലിന്റെ കൂടെ നിന്നെ ഐസ്ക്രീം കഴിക്കാൻ വിട്ടില്ലെങ്കിൽ നീയും ചാടിപ്പോകുന്നല്ലേ? ഞാൻ അത്രയ്ക്കങ്ങ് ഉദ്ദേശിച്ചൊന്നുമില്ല. പക്ഷേ ചുറ്റുപാടുകളൊക്കെ ഒത്തുവന്നാൽ അത് സംഭവിച്ചുകൂടായില്ല. ലോ കോളേജിൽ പഠിക്കുമ്പോൾ സേതു പറയായിരുന്നു, നമ്മുടെ നാട്ടിലെ വിവാഹ സങ്കല്പങ്ങൾ മാറണം. കല്യാണം കഴിഞ്ഞ് ഒത്തുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്ന നിമിഷം ആ ബന്ധം വെച്ചൊഴിയണം. സേതു പറഞ്ഞതുപോലെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഡൈവോഴ്സ് ചെയ്യണമായിരുന്നു. ഓർമ്മയുണ്ടോ? കല്യാണ പിറ്റേന്ന് രാവിലെ ഞാൻ മോഹനേട്ടനെ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ആ ചായയിൽ മധുരം കൂടുതലാണെന്ന് പറഞ്ഞ് മോഹനേട്ടൻ ഉണ്ടാക്കിയ പുകില്, പഞ്ചസാര ശരീരത്തിലുണ്ടാക്കുന്ന ദോഷങ്ങൾ, പഞ്ചസാരയുടെ വില തുടങ്ങി പഞ്ചസാരയുടെ രാസനാമം വരെ അന്ന് മോഹനേട്ടൻ എന്നെ പഠിപ്പിച്ചു. അതൊരു തുടക്കം മാത്രമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 4 കൊല്ലം കൊണ്ട് ഞാൻ വേറെ എന്തൊക്കെ പഠിച്ചു. സേതു ഫുട്ബോളിലെ കോളേജ് ടീമിലുണ്ടായിരുന്നു. അന്ന് കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുക, നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്താൽ കുറച്ച് മധുരം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാന്ന്. സത്യത്തിൽ സേതുവിന് എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഉറച്ച അഭിപ്രായം ഉണ്ടാവും കക്ഷിക്ക്. അത് സാധാരണക്കാരുടേതുപോലെ ആയിരിക്കുമില്ല. കല്യാണം കഴിച്ചാണോ? അല്ല, അതിനും സേതുവിന് ന്യായമുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു ബന്ധനമാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വതന്ത്രമായി പറന്നു നടക്കാൻ പറ്റണമെന്ന്. ഒരുപാട് സ്വതന്ത്രമായി പറക്കാതിരിക്കുന്നതാണ് നല്ലത്. വല്ല മിസൈലും വന്ന് ഇടിച്ചാലോ? പൊടി പോലും കാണില്ല. ഉത്തമനാണ്. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിക്കാനായിരിക്കും. വില്ലേജ് ഓഫീസർക്ക് അത്തരം കാര്യങ്ങളിലെ താല്പര്യമുള്ളൂ. എന്റെ സേതുവിന്റെ ഒന്ന രീതി സാറിന് പിടിക്കില്ലല്ലോ. എന്തായാലും ഒരാഴ്ച ബോറടിക്കാതെ ജീവിക്കാനുള്ള വഴിയായി എനിക്ക്. നമസ്കാരം സാറേ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? എങ്ങോട്ട്? എങ്ങോട്ടാ? അത് കൊള്ളാം. കുമാരന്റെ അതിരളന്ന് തിരിക്കാൻ ഇന്ന് പോവാന്ന് സാറ് പറഞ്ഞില്ലായിരുന്നു? സാറേ, അവൻ അവിടെ കാത്തിരിക്കായിരിക്കും. സാറ് പറഞ്ഞു 9 മണിന്നാണ്. ഞാൻ കുമാരനോട് കറക്റ്റാ പറയുകയും ചെയ്ത്. സാറ് ഭയങ്കര കൃത്യനിഷ്ഠക്കാരനാണ്. 9 മണിന്ന് പറഞ്ഞ 9 മണിക്ക് തന്നെ എത്തുമെന്ന്. ഇന്ന് എനിക്ക് വരാൻ മനസ്സില്ല. അതെന്തോന്ന് സാറേ അങ്ങനെ പറയുന്നത്? സാറ് പറഞ്ഞ ഇന്ന് വരാന്നില്ലേ? ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോയത് കൊണ്ട് പിന്നെ അത് മാറ്റാൻ പറ്റില്ലെന്നുണ്ടോ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എനിക്ക് ഓരോ ദിവസവും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റം വരുത്താൻ എനിക്ക് അധികാരമുണ്ട്. സാർ ഏതെങ്കിലും അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ടോ? അതെന്താ? അല്ല, ഈ ഉത്സവത്തിന്റെ നോട്ടീസിന്റെ അടിയിലെ പരിപാടിയിൽ മുന്നറിയിപ്പില്ലാതെ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും എന്ന് എഴുതാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. സാറേ, മെനിയാന്ന് മുതൽ കുമാരൻ കാത്തിരിക്കുക. മെനിയാന്ന് തീരെ സമയമില്ലാന്ന് സാറാണ് പറഞ്ഞത്. ഇന്ന് വരാന്ന് പറഞ്ഞപ്പോ കുമാരൻ പറഞ്ഞു അവന്റെ അമ്മായി അച്ഛന്റെ ശ്രാദ്ധമാണെന്നും ഭാര്യ വീട്ടിൽ പോണമെന്നും പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ശ്രാദ്ധം എന്തായാലും നടക്കട്ടെ, സാറിന് വരാൻ മനസ്സില്ലാന്ന്. കുമാരൻ അത്യാവശ്യക്കാരനായതുകൊണ്ട് ശ്രാദ്ധത്തിന് അവന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ അവിടെ കാത്തിരിക്കുകയാണ്.
അപ്പൊ ഇപ്പം സാറ് പരിപാടി മാറ്റി വെക്കുന്നത് ശരിയാണോ? സാറേ, ഈ കുമാരന്റെ സ്വഭാവം അറിയാലോ. വെള്ളം അടിച്ച തനി തറയാ. അവന് മുകളിൽ ആകാശം താഴെ ഭൂമി മാത്രമേ ഉള്ളൂ. സാറിനെ വഴി വെച്ച് കാണുമ്പോ അവൻ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുവേ. പേടിപ്പിക്കാണ്. അപ്പോ കുമാരന്റെ വസ്തു അളന്നത് തന്നെ. സാറേ സാറേ പേടിപ്പിച്ചല്ല സാറേ, ഞാൻ കാര്യം പറഞ്ഞതാണെന്ന്. അതുപോട്ട് സാറിനിപ്പോ എന്താണ് പ്രശ്നം? മട്ടും പാവൊക്കെ കണ്ടിട്ട് രാവിലെ വക്കീലുമായിട്ടൊന്ന് മുട്ടിയ ലക്ഷണമുണ്ട്. എങ്ങനെ മുട്ടാതിരിക്കും? അയ്യോ, രാവിലെ മുതൽ ഭാര്യ അന്യപുരുഷനെ പറ്റി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഏതൊരു ഭർത്താവ് കേട്ടുകൊണ്ട് നിൽക്കും? ഉത്തമനെ സഹിക്കോ? അന്യപുരുഷനാ? അതാര്? ഭാമയുടെ കൂടെ ലോ കോളേജിൽ പഠിച്ച ഒരു സേതു. അവൻ സുപ്രീം കോടതിയിൽ അഖിലാണത്രേ. ഇപ്പോ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ വന്നിരിക്കുക. അവനെ പറ്റി പറയുമ്പോ അവക്ക് നാവ് 100. പഴയ കൂട്ടുകാരല്ലേ സാറേ, അതൊക്കെ ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാകുമെന്ന്? ഇത് സംസാരം മാത്രമല്ല, പിന്നെ അവന്റെ കൂടെ നാട് ചുറ്റാനും ഐസ്ക്രീം കഴിക്കാനൊക്കെ പോകാൻ പരിപാടിയുണ്ട്. പറ്റിയാൽ സിനിമയ്ക്കും പോകുമത്രേ. ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെ പറയൂ? പല ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറയാതെയാണ് കണ്ടവന്മാരോടൊപ്പം സിനിമയ്ക്ക് പോകുന്നത്. അത് വെച്ച് നോക്കുമ്പോ വക്കീല് ആ കാര്യത്തിൽ മാന്യത കാട്ടി. സാറിനോട് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. സാറേ, ഈ കേസിൽ സാർ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ആള് വക്കീലാണ്. വാശി ജയിക്കാൻ വേണ്ടി വക്കീൽ എന്തും ചെയ്യും. ഇനിയിപ്പോ പഴയ കൂട്ടുകാരന്റെ കൂടി ഒന്ന് ചായ കുടിച്ചോ ഐസ്ക്രീം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്താണ്? സാർ ഇത് സമ്മതിക്കാതെ ബലം പിടിച്ചാൽ വക്കീല് അവന്റെ കൂടെ കൊടൈക്കനാൽ വരെ പോയിരിക്കും. സാറേ, ഈ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്നതാണ് ബുദ്ധി. വക്കീൽ വേറൊരുത്തനെ പറ്റി പറഞ്ഞപ്പോ സാറിനുണ്ടായ ഈ വിഷമമുണ്ടല്ലോ, അത് വക്കീൽ അനുഭവിച്ചാലേ പഠിക്കൂ. സാറ് വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നെന്ന് വക്കീലിനോട് തിരിച്ചു പറയണം. നമ്മൾ ഈ ആണുങ്ങളെ പോലെ അല്ല പെണ്ണുങ്ങള്. ഭർത്താവ് വേറൊരുത്തിക്ക് ഒരു നാരങ്ങാ മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ പോലും എവളുമാരുടെ ചങ്ക് തകരും. ഞാനങ്ങനെ വേറെ പെണ്ണുങ്ങളുടെ പോയെന്ന് പറഞ്ഞാൽ ഭാമ വിശ്വസിക്കില്ല. സാറേ, വിശ്വസിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കാര്യമല്ല, ആഫീസിലുള്ള പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. ഈ സ്വയംപ്രഭ സാറാണെങ്കിൽ കല്യാണവും കഴിച്ചിട്ടില്ല. അതീ പിടിച്ചോ. പിടിച്ചോന്ന് പറഞ്ഞാല് എന്റെ പൊന്നെ സാറേ, ഈ സ്വയംപ്രഭ സാറിന്റെ കാര്യം വളച്ച് കെട്ടി വക്കീലിന് മുമ്പോട്ട് അങ്ങ് ഇട്ടുകൊടുത്തോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മനഃപൂർവ്വം പറയാൻ വേണ്ടി പറയുകയാണെന്ന് തോന്നരുത്. ഒരു ചെറിയ സംശയം, അത് തോന്നാൻ വേണ്ടി ഇതങ്ങ് അവതരിപ്പിക്കണം. പെണ്ണിന്റെയാണ് സാറേ മനസ്സ്, അതവിടെ കിടന്ന് നീറി 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 പുകയും. എന്നിട്ട് വക്കീല് സാറിനെ ചോദ്യം ചെയ്യാൻ വരും. സംഗതി ഇങ്ങനെ മൂത്ത് കഴിയുമ്പോ പറയണം, സേതു വക്കീലിനെ പറ്റി നീ പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെയല്ലേ തോന്നിയത് എന്ന്. അതോടുകൂടി വക്കീലിന്റെ സാറേ, പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി കൊടുക്കണം. പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ പിന്നെ ജീവിതകാലത്ത് മറക്കേയില്ല. ഉത്തമം പോയിക്കോ. അല്ല, അപ്പൊ ഈ കൃത്യം 9 മണിക്ക് ഞാൻ കുമാരന്റെ അതിരിളക്കാൻ വരുമെന്ന് പറഞ്ഞേക്ക്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞ ഗവൺമെന്റ് അല്ല. ശരി സാർ, ഓക്കെ. മോഹനേട്ടാ, ഉച്ചക്കത്തേക്കുള്ളൂണ്. ഇനി ഞാനായിട്ട് താമസിപ്പിച്ചു. സേതു വന്നതിൽ പിന്നെ മോഹനേട്ടന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ല എന്ന് പറയാതിരിക്കാനാണ് നേരത്തെ എടുത്തുന്നത്. വരുവാണ് കാപ്പി എടുത്തരാം. ഈ ഉച്ചോട് വേണ്ട. വേണ്ടേ? അതെന്താ? ഞാന് ഇന്ന് ഉച്ചക്ക് വേറൊരു തുണാഞ്ചലാന്ന് പറഞ്ഞിരുന്നു. എവിടെ? അത് പിന്നെ കുറച്ചു കാലമായി ആഫീസിലെ സ്വയംപ്രഭ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ വീട്ടിൽ ഉണ്ണാൻ ചെല്ലണമെന്ന്. എന്നിട്ട് മോഹനേട്ടൻ ആ കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആഫീസ് നടക്കുന്ന എല്ലാ കാര്യവും ഇവിടെ വിളമ്പേണ്ട കാര്യമുണ്ടോ? ഈ സ്വയംപ്രഭയ്ക്ക് പണ്ട് തൊട്ടേ എന്നോട് വലിയ ബഹുമാനം. ആഫീസ് എന്നാ എന്റെ അടുത്തൊന്നും മാറൂല. എന്ത് കാര്യത്തിനും ഞാൻ തന്നെ വേണം. മോഹനേട്ടൻ സാർ ഒരു ദിവസമെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതാണ്
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്ന് അവർ പറഞ്ഞു. നമ്മളെന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ല. പക്ഷെ പോകാതിരുന്ന പാപം സ്വയംപ്രഭയ്ക്ക് എന്ത് തോന്നും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോകണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാന്ന്. എന്നിട്ടെന്താ? സ്വയംപ്രഭ പറഞ്ഞു ഹോട്ടലിലേക്കൊക്കെ പോയാൽ നാട്ടുകാർ മുഴുവൻ ശ്രദ്ധിക്കുമെന്ന്. വീടാണെങ്കിൽ ഒരു സ്വകാര്യതയൊക്കെ ഉണ്ടാവുമെന്ന്. വീട്ടിലാകുമ്പോ അവരുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോ അത് ശരിയാണോ എന്നൊരു സംശയം തോന്നി. നീ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്നോർത്താ പറയാതിരുന്നത്. ഇപ്പൊ വീണ്ടും സ്വയംപ്രഭ വിളിച്ചു. ഇന്ന് എന്തായാലും പ്രഭയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചാൽ മതിയാവും നിർബന്ധിച്ചോണ്ടിരിക്കുക. എങ്ങനെയാ പോകാതിരിക്കുന്നത്? പോകണം. ഇത് പക്ഷെ നേരത്തെ പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാവിലെ ഈ ചോറും പൊതിഞ്ഞിട്ട് മെനക്കെടണമായിരുന്നു. അയ്യോ, ഈ സ്വയംപ്രഭയുടെ വീട്ടിൽ വേറെ ആരുമില്ല. അവളമ്മയ്ക്ക് വയസ്സായി, കാഴ്ചയും കുറവാ. വയസ്സായ കാഴ്ച കുറയില്ലേ? അതൊക്കെ എല്ലാവരുടെയും അവസ്ഥയാ. എന്നാലും കണ്ണു കാണാൻ വയ്യാത്തൊരമ്മ മാത്രമുള്ളൊരു വീട്ടിൽ അതാലോചിക്കുമ്പോഴാ. അതിനെന്താ മോഹനട്ടാ? എന്തായാലും സ്വയംപ്രഭയുടെ വലിയൊരു ആഗ്രഹമല്ലേ, മോഹനൻ എന്തായാലും പോണം. പക്ഷെ നാട്ടുകാരറിയില്ലേ? അത് ഭയങ്കര നാണക്കേടല്ലേ? മോഹനട്ടൻ എന്ത് ഭ്രാന്തായി പറയണത്? നിങ്ങൾ രണ്ടുപേരും ഒരാഫീസിൽ ജോലി ചെയ്യുന്നവര്. അതിലൊരാളുടെ വീട്ടിൽ മറ്റേ പോകുന്നതിൽ എന്താ തെറ്റ്? സേതുനെ ഞാൻ ടെമുക്കാലിന് വിളിക്കാന്ന് പറഞ്ഞതാ, മറന്നുപോയി. ഇനിയിപ്പോ ആ ഒരൊറ്റ കാരണം മതി കൗൾ ഇങ്ങനെ വീർക്കാൻ. പറഞ്ഞു വരുമ്പോ മോഹനട്ടനെ പോലെ തന്നെയാ സേതു. അവൻ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കും. ഭാര്യ കാമുകനെ വെട്ടിക്കൊന്ന് വില്ലേജ് ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വേണ്ടി വരും, വേണ്ടി വന്നേക്കും. ചോറ്റുപാത്രം അവിടെ വെച്ചേക്ക് മോഹനട്ടാ, ഞാൻ പോകുമ്പോ കൊടുക്കാം. ഇതാ പേപ്പർ. താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫയൽ ഇന്നലെ വൈകുന്നേരം ശരിയാക്കി വെക്കണമെന്ന് ഞാൻ സ്വയംപ്രഭയോട് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഇന്നലെ തീർന്നില്ല സാർ. 1 മണിക്കൂർ മുമ്പേ ഞാൻ ജോലി തീർത്തോളാം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇത് ഒരു സർക്കാർ ഓഫീസാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ നടക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാനല്ല സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. 15 മിനിറ്റിനുള്ളിൽ ഫയൽ എന്റെ മേശയുടെ മുമ്പിൽ എത്തിയിരിക്കണം. സാർ, സാറിന് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? താലൂക്ക് ഓഫീസിലേക്കുള്ള ഫയൽ ശരിയാക്കണമെന്ന് ഞാൻ സ്വയംപ്രഭയോടാണല്ലോ പറഞ്ഞത്. ആ മോഹം അല്ല സാർ. പിന്നെ എന്റെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കണമെന്ന് സാറിന് ഒരുപാട് നാളായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആര് പറഞ്ഞു? സാറിന്റെ വക്കീൽ എന്നെ വിളിച്ചിരുന്നു. എന്തായാലും കൂടെ ജോലി ചെയ്യുന്ന സ്വയംപ്രഭയുടെ വീട്ടിൽ പോയി ഊണ് കഴിക്കാൻ പറ്റിയില്ല എന്ന് സാറ് പറഞ്ഞിരുന്നു. അതെന്താ സാറേ പ്രഭയുടെ വീട്ടിൽ പോയി മാത്രം ഊണ് കഴിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൂടെ? ഒരു ഊണൊക്കെ തരാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലും ഉണ്ട്. എന്റെ വീട്ടിലേക്ക് സാറിനെ വിളിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഭാര്യയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവളുടെ മുഖം ദേ ഇങ്ങനെ ഇരിക്കും. ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണും സാറ് കൊണ്ടുവന്നില്ല എന്നറിഞ്ഞു. ഉച്ചയ്ക്ക് കുറച്ച് സമയം തരാമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഊണ് കൊണ്ടുവരാം. എങ്കിൽ പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് പ്രഭ കൊണ്ടുവന്ന ഊണ് സാറിന് കൊടുക്ക്. ഞാൻ കൊണ്ടുവന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാം. മോഹനേശൻ ഇതുവരെയും ആരുടെ ഔദാര്യത്തിൽ ഊണ് കഴിച്ചിട്ടില്ല. ഇനിയോട്ട് കഴിക്കയില്ല. എന്തായാലും
മോഹനകൃഷ്ണ സാറിന് ഇതേപോലൊരു അബദ്ധം ഈ നൂറ്റാണ്ടിൽ പറ്റിയിട്ടുണ്ടാവില്ല. എന്നെ വിളിച്ച് പറയാൻ തോന്നിയ വക്കീലിന് നന്ദി. ഇനി അവരെ കാണുമ്പോ ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും. അയ്യോ, അപ്പോ സ്വയംപ്രഭയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാനുള്ള പരിപാടി പൊളിഞ്ഞു. അതെന്താ സ്വയംപ്രഭ അങ്ങനെ ഒരു ചതി ചെയ്തത്? വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് അത്താഴമില്ലെന്ന് പറയുന്ന പോലെ ആയല്ലോ കാര്യങ്ങള്. നീ എന്തിനാ സ്വയംപ്രഭ വിളിച്ചത്? വിളിക്കാണ്ട് പിന്നെ. സ്വയംപ്രഭ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ച കാര്യം മോഹനേട്ടനല്ലേ പറഞ്ഞത്. മോഹനേട്ടൻ അങ്ങനെ പോകാൻ ചമ്മലാണെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു സ്വയംപ്രഭയെ വിളിച്ച് ഈ കാര്യം ഒന്ന് പറയണമെന്ന്. എന്റെ ഭർത്താവിനൊരു പ്രയാസം വരുമ്പോൾ സഹായിക്കേണ്ടത് ഞാനല്ലേ. ഞാൻ സ്വയംപ്രഭയെ വിളിച്ച് ആകെ ഇത്രേ പറഞ്ഞുള്ളൂ. സ്വയംപ്രഭയെ, മോഹനേട്ടനെ വീട്ടിലേക്ക് ക്ഷണിച്ച കാര്യം മോഹനേട്ടൻ പറഞ്ഞു. പുള്ളിക്കാരന് അതൊക്കെ വലിയ ചമ്മലാ. പക്ഷേ പ്രഭയെ സങ്കടപ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഊണ് അവിടെ തന്നെ ആയിരിക്കും. മോഹനേട്ടന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ സ്വയംപ്രഭ ശരിക്കും എന്നെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ടില്ലായിരുന്നു. അത് സ്വയംപ്രഭ എന്നോട് പറഞ്ഞു. അപ്പൊ പിന്നെ മോഹനേട്ടൻ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? പറ. സ്വയംപ്രഭ വീട്ടിലേക്ക് ക്ഷണിച്ചെന്നും അവിടെ വയസ്സായ അമ്മയല്ലാതെ വേറെ ആരുമില്ലെന്നും എന്തിനാ എന്നോട് പറഞ്ഞത്? നിനക്ക് വിഷമുണ്ടാവാൻ വേണ്ടി പറഞ്ഞതാ. ഉത്തമം പറഞ്ഞ ഐഡിയ. എനിക്ക് വിഷമം ഉണ്ടാവാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞു. അതെന്തിനായിരുന്നു? നീ ആ സുപ്രീം കോടതി വക്കീലിനോട് നാട് ചുറ്റാനും ഐസ്ക്രീം കഴിക്കാനും സിനിമ കാണാനൊക്കെ പോകുന്നു പറയുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യാ? ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ നാട് ചുറ്റുന്നതിൽ എന്താണ് പ്രശ്നം? ആരുടെ കൂടെ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെ. ലോ കോളേജിലുണ്ടായിരുന്ന സേതു ലക്ഷ്മി. സേതുലക്ഷ്മി പെണ്ണ് തന്നെയല്ലേ? പിന്നെ സേതുലക്ഷ്മി പെണ്ണല്ലേ? പക്ഷെ നീ ഫോണില് എടാ എന്നൊക്കെ വിളിച്ചല്ലോ. കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോ എടാന്നൊക്കെ വിളിക്കില്ലേ, ആണായാലും പെണ്ണായാലും? ആണോ? അപ്പോ സേതു ഫുട്ബോൾ ടീമിനെ കൊണ്ടെന്ന് പറഞ്ഞതോ? അതെന്താ, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കില്ലേ? ഓ, ഞങ്ങളുടെ കോളേജിലെ അവസാന വർഷം ഇന്റർ കോളേജിയേറ്റ് വനിതാ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളുടെ കോളേജിനായിരുന്നു ട്രോഫി. സേതുലക്ഷ്മി ആയിരുന്നു ക്യാപ്റ്റൻ. സേതു എന്ന കേട്ടപാടെ എന്റെ വില്ലേജ് ഓഫീസർ കരുതി അത് ആണാണ് എന്ന്. അങ്ങനെ ഏതെങ്കിലും ആണുങ്ങളുടെ കൂടെ ഞാൻ സിനിമ കാണാൻ പോവോ? പോകുന്നതിൽ തെറ്റൊന്നുണ്ടായിട്ടില്ല. പക്ഷേ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ഈ വില്ലേജ് ഓഫീസർ ഉള്ളപ്പോ വേറെ ആരുടെയും കൂടെ ഞാൻ പോവോ? സേതു പെണ്ണാണെന്ന് എനിക്കറിയാമായിരുന്നു എന്റെ വില്ലേജ് ഓഫീസർക്ക് അബദ്ധം പറ്റി എന്ന്. സാരില്ല കേട്ടോ. സ്വയംപ്രഭ കാരണം ഉച്ചയൂണ് മുടങ്ങിയതല്ലേ. കൈ കഴുകി വന്നാൽ നല്ല ഒന്നാന്തരം അവലും പഴവും തരാം. ഭാര്യ അന്യപുരുഷനോടൊപ്പം സിനിമയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആണുങ്ങളൊക്കെ പേടിച്ചു പോകും. പക്ഷേ ഭാര്യയെ പേടിപ്പിക്കാനായി തന്നെ പറ്റി തന്നെ ദോഷം പറയുന്ന ആണ് മോഹനകൃഷ്ണനല്ലാതെ വേറൊരാളുണ്ടാവില്ല. എന്തായാലും വില്ലേജ് ഓഫീസറുടെ പ്രശ്നപരിഹാരം പരിഹാസ്യമായി അവസാനിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.